അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രമുഖ സൂഫി പണ്ഡിതയും വക്തയുമായിരുന്നു റാബിയത്തുൽ അദവിയ്യ. അവർ ഇറാഖിലെ ബസ്രയിലായിരുന്നു ജീവിച്ചിരുന്നത്. ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ ജീവിതമായിരുന്നു. അവരുടെ ഹൃദയം അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞതായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ ഒരു കൈയിൽ തീയും മറുകൈയിൽ വെള്ളവും പിടിച്ച് ഓടുന്നത് ജനങ്ങൾ കണ്ടു. ജനങ്ങൾ ബീവിയോട് ചോദിച്ചു, ഇത് എന്തിനാണ്? ബീവി പറഞ്ഞു, ഈ തീയാൽ സ്വർഗം കത്തിക്കാനും ഈ വെള്ളത്താൽ നരകം അണയ്ക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ ആളുകൾ സ്വർഗലാഭത്തിനോ നരകഭയത്തിനോ വേണ്ടിയല്ലാതെ അള്ളാഹുവിന്റെ സ്നേഹത്തിനായി മാത്രം ഇബാദത്ത് ചെയ്യട്ടെ. ഒരു സംഭവത്തിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഓരോ സൽക്കർമ്മവും ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പ്രീതിക്കും തൃപ്തിക്കും വേണ്ടിയാകണം, അല്ലാതെ സ്വർഗത്തിനോടുള്ള താല്പര്യം കൊണ്ടോ നരകത്തിനോടുള്ള ഭയം കൊണ്ടോ അല്ല. റമകൾ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നോമ്പും മറ്റു ആരാധനകളും റബ്ബിനോട് അണപൊട്ടി നമ്മുടെ സ്നേഹത്തിന്റെ പ്രതിഫലനങ്ങൾ ആകണം. അല്ലാഹു തആല നമ്മെ അവന്റെ യഥാർത്ഥ ഇഷ്ടദാസരിൽ പെടുത്തുമാറാകട്ടെ. ആമീൻ.